ചിത്ര, ഈ മാരിറ്റൽ റേപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോളിവുഡ് സിനിമയുണ്ട്. ആ ഒരു ബോളിവുഡ് സിനിമയില് കുറച്ച് പോർഷൻസ്, അതിന്റെ കോർ എന്ന് പറയുന്നത് മാരിറ്റൽ റേപ്പിലേക്കാണ് പോകുന്നത്. നമ്മൾ എത്ര കാലഘട്ടങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ, അതിപ്പോ ലവ് മാരേജിലാണെങ്കിലും ശരി, അറേഞ്ച് മാരേജ് ആണെങ്കിലും ശരി, വിവാഹം, ഇപ്പോൾ ലിവിങ്, എന്ത് റിലേഷൻ ആണെങ്കിലും ശരി, ഈ ഒരു റേപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ബന്ധങ്ങളുടെ അകത്ത് നടക്കുന്നത്, അത് നമുക്കുണ്ടാവുന്ന ആ ഒരു പാട്രിയാർക്കിക്കൽ ബോധമില്ലായ്മയുടെ തന്നെ രീതിയല്ലേ. ഈ റേപ്പിനെ മൗനപരമായി സമ്മതം അല്ലെങ്കിൽ മൗന സമ്മതം കൊടുക്കുന്ന ഫാമിലീസ് എന്താണ് ശരിക്കും ആ ഒരു ക്ലിപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു റീലല്ലേ, അതിനകത്ത് ആ രണ്ട് ലൈഫ് കണ്ടപ്പോഴേക്കും ഭയങ്കര എന്തോ പോലെ തോന്നി. അതായത് കുറെ ആൾക്കാരുടെ ലൈഫിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറെ നടക്കുന്നുണ്ട്, അത് പുറത്തേക്ക് ആരും പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മാനുഷിക പരിഗണന എല്ലാത്തിലും കാണിക്കണം എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ളൊരു ഇത് ഓർത്താൽ മതി. അത് നമുക്ക് ടയേർഡായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒന്ന് എഴുന്നേറ്റ് പോയി ഒരു വെള്ളം എടുക്കാൻ പോലും ചിലപ്പം പറ്റിയെന്ന് വരില്ല. ആ ഒരു സമയത്ത് ഒരു ഫിസിക്കൽ ഇത് വേണം എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു ഫാമിലി കാണിക്കുന്നത്, അവർ ആ ഒരു ടയേർഡായിരിക്കുന്ന സമയത്ത് എന്താ പറയാ, കാലിന് തിരുമ്മി കൊടുക്കുന്നു, ലവ് മേക്കിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് ആ ഒരു മൂവി കണ്ടപ്പോ, ചിത്ര ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ആ ഒരു മാരിറ്റൽ റേപ്പ് കാണിക്കുന്ന അവരുടെ ഏജ് ശ്രദ്ധിച്ചോ? യങ് ഏജ് ആണ്. നമ്മൾ ഇപ്പോഴും പറയുന്നത് ഇത്തരം മാരിറ്റൽ റേപ്പ് അല്ലെങ്കിൽ ഭാര്യയുടെ ശരീരം ഭർത്താവിന്റെ സ്വത്താണ്, അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഫാമിലി നടത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തിന്റെ ഒരു ഉടമ്പടിയായിട്ട് തന്നെയാണല്ലോ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിലധികം കുട്ടി വേണമെന്നും പേരക്കുഞ്ഞുങ്ങളെ ലാളിക്കണമെന്നുള്ളത് ഈ മുത്തശ്ശന്റെയൊക്കെ ഒരു അവകാശമായിട്ടൊക്കെ പറയപ്പെടുന്നത് ഈ ഒരു പാട്രിയാർക്കിക്കൽ സിസ്റ്റത്തിന്റെ വിഷയമാണ്. അത് ഈ പരമ്പര നിലനിർത്തുക എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം. അതിന്റെ അപ്പുറത്തേക്കും ഇവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ട് സ്ത്രീകളെ ടൂൾ ചെയ്യപ്പെട്ടിരുന്നു. അത് പെട്ടിരുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്കും പെടുന്നുണ്ട് എന്നുള്ളതിന് എനിക്കൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ ഒരു മൂവി കാണപ്പെടുന്നത്. അതിലൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ട്. ഇവര് വാഷ്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇവ ഇങ്ങനെ തട്ടുന്നുണ്ട് ഡോറിന്. അപ്പൊ ഇവരുടെ വജൈനയില്ല ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കും. അങ്ങനെയാണ് അന്നത്തെ ദിവസത്തെ ആ ഒരു റേപ്പിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധാരണ നടത്തുന്ന എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിലല്ല, അല്ലാതെ റേപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ദിവസം തന്നെ ഒരു 13-14 റേപ്പ് കേസസ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അത് നോർമൽ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പൊ പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്യുന്ന അതാണ്. പക്ഷെ നമുക്ക് പറയേണ്ടി വരും, മാരിറ്റൽ റേപ്പിന്റെ റേറ്റ് അതിൽ കൂടുതലാണ്. 13 റേപ്പുകൾ സ്വാഭാവികമായി ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കും കുടുംബങ്ങളിൽ നടക്കുന്ന റേപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ 50-60 ആയിരിക്കും. അത് ഈ 130 കോടി ജനങ്ങളുടെ അകത്താണ് ഞാൻ ആ ഒരു 50-60 റേറ്റ് പറയുന്നത്. അത്രയും റേപ്പുകൾ ഈ വിവാഹ ജീവിതം അല്ലെങ്കിൽ ഈ ഫാമിലിക്കകത്ത് നടക്കുന്നുണ്ട്. അതാണ് സത്യാവസ്ഥ. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, കഥയില്ലത് ജീവിതത്തിനകത്തില്. അന്ന് അത് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ കണ്ടതാണ്. അന്ന് നമുക്കിതിനെ പറ്റിയിട്ടൊന്നും ഒരു ഇതുമില്ല. അത്യാവശ്യം ഏജുള്ള 2 പേരാണ് ആ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത്. അപ്പൊ അവര് വന്നിട്ട് കുടുംബ പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു, ഇതാണല്ലോ അതിനകത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോ അതിന്റെ ആങ്കർ വിധുബാലയല്ലേ, ഇപ്പൊ വിധുബാല വരെ ഞെട്ടിപ്പോയൊരു, ഇങ്ങനെ നമുക്കൊരു വിയേർഡ് തോന്നുന്നൊരു സാധനം. ഈ പുള്ളിക്കാരൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം അടിച്ച്, എന്താ വെച്ചാൽ നമുക്ക് ഒരു വിധത്തിലും ഒരാളോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നാത്തൊരു സ്വഭാവം. ആ സ്വഭാവമാണ്. പക്ഷെ ഇവരെ ഉപദ്രവിക്കും, അതേപോലെ തന്നെ ചീത്ത പറയും, നല്ല രീതിയിൽ അസഭ്യം പറയും. ഇതെല്ലാം പറഞ്ഞ് അതിന് ശേഷം ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇയാൾ സെക്ഷൽ നീഡിന് വേണ്ടിയിട്ട് ഇവരെ റേപ്പ് ചെയ്യും. അത് ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്ന സമയത്ത് ഒരു ഫാമിലിയുടെ തന്നെ മറ്റൊരു വിയേർഡ് സാധനമാണ് നമുക്ക് തോന്നിയത്. അയാളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഇവർ പറഞ്ഞ മറ്റൊരു സാധനമുണ്ട്, ഒരു ദിവസം തന്നെ 3-4 തവണ ഇവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമെന്ന്. അന്ന് ഇത് നമ്മുടെ കേരളത്തില് ഒരു വീട്ടമ്മ വന്നിരുന്ന് പറഞ്ഞൊരു സാധനമാണ്.
ഇത് പറയാത്ത, ഓപ്പൺലി ഇപ്പോഴും ഒരു വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതം ഒരു അത്ര സുഖകരമല്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ ഒരു സംഭവം തുറന്നു പറയാൻ വിഷമപ്പെടുന്നുണ്ട്. അത്രയധികം മാരിറ്റൽ റേപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇത് റേപ്പ് ആണെന്ന് ഇവർക്ക് അറിയുന്നുമില്ല. ഇതെന്താണ് വിചാരിക്കുന്നത്, എൻ്റെ ഭർത്താവ് എന്നെ ചെയ്യുന്നത് കൊണ്ട് ഇതെന്താണ് അവകാശമാണ്, അങ്ങനെ കരുതുന്ന ഒരു രീതി. ഇത് കാണുമ്പോഴൊക്കെ ഒരു ഫാമിലിയുടെ തന്നെ ഒരു മറ്റൊരു വേർഷനാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇവർ വളരെ നല്ല സ്വഭാവക്കാരാണ്, ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഇവര് പരസ്പരം ഇഷ്ടപ്പെട്ട് ഫാമിലിയുടെ സമ്മതത്തോടെ കൂടെ കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു മുഖം. അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. ഇത് റിയൽ ആയിരിക്കാം, പക്ഷെ ഞാൻ ആ പറഞ്ഞത് റിയൽ ആയിരുന്നു. അന്ന് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അന്ന് ആ പ്രോഗ്രാമിൽ പറഞ്ഞൊരു കേസാണ്. അതിനുശേഷം പിന്നീട് ഞാൻ ആ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് ഇവർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത്ര ഏജും ഉണ്ട് ചിത്ര, ഒരു 40 വയസ്സുണ്ട് ആ ഒരു സ്ത്രീക്ക്. വീട്ടുജോലി ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എത്രയോ ആൾക്കാരാണ് ഈ ഒരു മാരിറ്റൽ റേപ്പ് അനുഭവിച്ച് ഈ ഒരു സെക്ഷുവൽ പെർവേർട്ടുകളുടെ കൂടെ ജീവിച്ചു പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഇതുപോലെ അവരെവിടെയോ എന്താ പറയുക വീട്ടിലോ അങ്ങനെ എന്തോ നിന്നപ്പോഴേക്കും ഡ്രസ്സ് മാറിയപ്പോഴേക്കും ഇവിടെ പാട് കണ്ടിട്ട് എൻ്റെ ഒരു ആ ഫ്രണ്ട് ചോദിച്ചതാണ് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആദ്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ ഇങ്ങനെ ചോദിക്കുന്ന ഒരാള് ആദ്യം പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേനും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി ആ കുട്ടി പറയാതിരുന്നത്. അതിനുശേഷം പിന്നീട് ആ കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ചാണ് അവരുടെ ഹസ്ബൻഡ് ഇതുപോലെ, ആ കുട്ടി നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ് കേട്ടോ, IT വർക്ക് ഒക്കെയാണ്. അപ്പം അവരിങ്ങനെ വന്ന് പറഞ്ഞതാണ്, അവരിങ്ങനെ ഫിസിക്കൽ ഒരു ഇത് ചെയ്യുമ്പോഴേക്കും അവര് അടിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വന്ന പാടുകളായിരുന്നു അത്. ഇത് കുറെ നാളുകളായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ്. അപ്പൊ ആ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് നിർത്തിക്കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമല്ലേ, ഇത് ആരോടെങ്കിലും പറഞ്ഞുകൂടെ എന്നുള്ളത് ചോദിച്ചു. ഇല്ല, ആൾക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പോവാൻ പറ്റില്ല, ആ ഒരു റിലേഷനിൽ നിന്ന് പോവാൻ പറ്റില്ല, എന്നാൽ ഇത് സഹിക്കാനും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഫാമിലിയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അങ്ങനെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ദിനംപ്രതി നടക്കുന്നുണ്ട്, നമ്മളാരും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം എല്ലാവർക്കും എല്ലാം വന്ന് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ഇത് ഈ ഒരു ഏജിലുള്ള ആൾക്കാരിലേക്ക് ഇത് കൂടുതൽ കാണുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പോൺ അഡിക്ഷൻ ഒക്കെ ആയിരിക്കാം മേ ബി. അതായത് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയും ഒക്കെ ചെയ്യാം, ഫാന്റസീസ് ഒക്കെ ഇങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആളുകൾ കാണിക്കുന്നതും ആവാട്ടോ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് നമ്മള് ഇപ്പൊ കുറെ നാളുകൾക്ക് മുമ്പുള്ള ആളുകളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊക്കെ എന്താ പറയാ ഒരു സ്നേഹത്തിന്റെ പുറത്തൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു ലൈസൻസായി, മാരേജ് അല്ലേ, ലൈസൻസായി, ഇനി കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് അവരെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ചിത്ര, അതിലൊരു വ്യത്യാസമുണ്ട്. അന്ന് തൊട്ടേ ഈ ഒരു മെരിറ്റൽ റേപ്പ് ഉണ്ട്. അന്ന് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് പാട്രിയാർക്കിയുടെ സിസ്റ്റമാണ്. പക്ഷെ അന്ന് കുറവായിരുന്നിരിക്കാം, ഇന്ന് അതൊരു ഫാന്റസിയുടെ ഭാഗമായിട്ട് കൂടുതലായിട്ട് കുറവാണെന്ന് തോന്നുന്നതിന് കാരണം എന്താണെന്നറിയോ? ഇത് റേപ്പാണെന്നും അറിയില്ല, അതാണ് വിഷയം. അന്ന് നമുക്കിപ്പോ ഈ സെക്സ് എന്താണ് എന്നുള്ളത് ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ആ ഒരു ധാരണയുണ്ട്. സെക്സ് ഇതാണ്, ഇങ്ങനെയാണ് ഈ സെക്സിന്റെ രീതികൾ എന്നറിയാം. അതിന്റെ ഒരു ചെറിയ എന്തെങ്കിലും ധാരണയെങ്കിലും കാണും. അത് ചെയ്ത് നോക്കി പ്രാക്ടീസ് അങ്ങനെയൊന്നും അല്ലാതെ തന്നെ നമുക്കൊരു ധാരണയുണ്ട്. അന്ന് ഇതുപോലും ഉണ്ടായിരുന്നില്ല. ഈ ജാസ്മിൻ മൂസയുടെ അറിയാമല്ലോ, ബിഗ് ബോസ് സ്റ്റാർ. എനിക്ക് അവരെ ആദ്യമായിട്ട് അറിയുന്നത് ഒരു നമ്മുടെ മനോരമയിലെ ഒരു സൺഡേ സപ്ലിമെന്ററിയിലായിരുന്നു. മാരിറ്റൽ റേപ്പിന്റെ അങ്ങേയറ്റത്ത് അനുഭവിച്ചൊരു സ്ത്രീയാണ് അത് നന്ന് എനിക്ക് മനസ്സിലായി. ഇവരെ കെട്ടിയിട്ടിട്ടാണ് അന്ന് ഇയാളിത് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഫസ്റ്റ് നൈറ്റില് ചെയ്തതാണ്. എന്നിട്ട് ഇത് അതിന്റെ അടുത്ത ദിവസം ഉമ്മയോട് വന്നിട്ട് ഉമ്മ ഇങ്ങനെയാണോ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. അറിയില്ല, ഇതാണോ സെക്സ് എന്ന് അറിയില്ല, ഇത് ഇങ്ങനെയാണോ എന്നുള്ള രീതി അറിയില്ല. അപ്പൊ ഉമ്മ ഇത് ഇങ്ങനെയാണ്, വേദനയൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്റെ മൈൻഡിൽ എന്താണ്, ഓക്കെ ഇതിങ്ങനെയാണ്, എന്റെ അമ്മയും അച്ഛനും ഇങ്ങനെയായിരുന്നു, എന്റെ മുത്തശ്ശനും ഇങ്ങനെയായിരുന്നു, ഞാൻ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയാണ്. ഈ സാധനം അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അത് വരുമ്പോ അത് റേപ്പ് ആണെന്ന് ഇപ്പോഴും അറിയില്ല. ഇപ്പോ ഈ മൂവിയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള രീതി എന്താണെന്ന് അറിയും. ഈ മൂവിക്കകത്ത് പറഞ്ഞു വെച്ചാൽ ഈ ഒരു കുട്ടി പബ്ലിക്കലി വന്ന് പറയുന്നു എന്റെ ഹസ്ബൻഡ് എന്നെ റേപ്പ് ചെയ്യുന്നു.
റേപ്പ് ചെയ്യുന്നു ഈ സാധനം പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഏജ് കാറ്റഗറിയിലുള്ള എല്ലാ സ്ത്രീകളും എഴുന്നേറ്റ് പോവുക ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ കൂടെയുള്ള ഈ ഒരു ചിത്രം കണ്ട റീലിൽ അതിൽ തന്നെ അതിന്റെ മറ്റൊരു ഫാമിലി ലൈഫ് ജീവിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടില്ലേ, അവരിരുന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ആ ഇരുന്നതിനകത്ത് 70-80 വയസ്സുള്ള സ്ത്രീ വരെ ഈ പുരുഷന്മാർക്കെതിരെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. കാരണം ഇത് അന്ന് തൊട്ടേ ഉള്ള ഒരു സംവിധാനമാണ്. ഇപ്പോഴും ഓരോ കുടുംബങ്ങളിലും ഈ രീതിയിൽ എന്റെ നീഡ് തീർക്കാനുള്ള ഒരു കാര്യമാണ്. അതിന് നീ സഹകരിച്ചേ പറ്റുള്ളൂ. അതാണ് വിഷയം. എനിക്ക് ഇങ്ങനെ ഒരു സെക്ഷൽ നീഡ് ഉണ്ട്, ആ ഒരു നീഡിന് നീ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ മറ്റൊരിടത്ത് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് സെക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ഒരു കാര്യം പലപ്പോഴും ഉണ്ട്. പക്ഷെ അത് ഈ അടുത്ത കാലത്താണ് അത് തുറന്നു പറയാനുള്ള ഒരു ആർജവത്തിലേക്ക് എത്തിയത്. അല്ലാതെ ബാക്കി എന്ത് പ്രശ്നങ്ങളും ഈ സ്ത്രീകൾ തുറന്നു പറയും, പക്ഷേ ഇത് മാത്രം പറയില്ല. അതാണ് ഒരു പ്രധാന വിഷയം. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് കുറച്ച് ഒന്നെങ്കിൽ ആ ജീവിതത്തിൽ നിന്നും പുറത്തു വന്ന് സർവൈവ് ചെയ്ത് വന്ന് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു എന്താ വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് വിഷയമില്ല, എനിക്ക് ജീവിക്കാനൊരു മാർഗം ഉണ്ടെന്നുള്ള സ്ത്രീകളെ മാത്രമേ ഇത് പറയുള്ളൂ. അല്ലാത്ത നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മുടെ ഓരോ പഞ്ചായത്തുകൾ എടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാലും അതിൽ മിനിമം ഒരു 5 വീട്ടിലെങ്കിലും ഇത് നടക്കുന്നുണ്ടായിരിക്കും. അതാണ് സത്യാവസ്ഥ. പക്ഷെ പുറമെ എത്തുന്ന സമയത്ത് ഓക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് ഒരു വിഷയങ്ങളും കാണത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഫാക്ടർ എല്ലാ വീടുകളിലും നടക്കുന്നുണ്ട്. അത് ഈ ജനറേഷൻ വൈസും ഞാൻ പറഞ്ഞില്ല, ഈ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയ ജനറേഷനിൽ പോലും ഇതെങ്ങനെയാണ് വരുന്നത് മനസ്സിലാവുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി സംസാരിക്കുമ്പോൾ 19-20 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്തോ ആണ്. അപ്പോൾ ഇതിന് ഡെയിലി ചിത്ര ഈ പറഞ്ഞ പീരീഡ് ഓഫ് രീതിയിലാണ് ഇതിന്റെ എല്ലാ സെക്സും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനറിയാതിരുന്നിട്ട് ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇത് അപ്പോഴും ഈ സാധനം പറയുന്നില്ല, എന്റെ ഹസ്ബൻഡ് ആണ് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും ഇതാണ് പ്രശ്നം എന്ന് പറയുന്നില്ല. അല്ലാതെ എന്തൊക്കെയോ ലൈഫിൽ ഭയങ്കര എനിക്ക് എന്താ നമ്മളോട് ഇപ്പോൾ ഒരാള് സെക്സ് ചെയ്യാൻ വരുന്ന സമയത്ത് അവരുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ ചെയ്യുന്നതും നമ്മൾ രണ്ട് ഓക്കെ ആയിട്ട് ചെയ്യുന്നതും ഡിഫറെന്റ് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാ ദിവസവും ഇതിലൂടെ കടന്നു പോയിട്ട് ഇതിന് മാനസികപരമായി എന്തോ ഒരു ഇത് വന്നു. അങ്ങനെ അത് ചികിത്സിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് കൊണ്ടാണെന്ന് അതിനെ അറിയത്തില്ല. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇങ്ങനെയാണ് രീതി, ഭയങ്കര വിയേർഡ് സെക്സ് രീതികളാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിനകത്ത് വേദനിപ്പിച്ച് ഇപ്പൊ പറഞ്ഞില്ലേ വേദനിപ്പിക്കുന്നുണ്ടെന്ന്, ആ വേദനിപ്പിക്കുന്നതിൻ്റെയൊക്കെ എക്സ്ട്രീം മോഡുലേഷനാണ് പുള്ളി വേദനിപ്പിക്കുന്നത്. ആ വേദനയിൽ നിന്നാണ് ആ ഒരു രീതി ഇവർ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് നോർമൽ അല്ല, ഇത് നോർമൽ ആണെന്ന് ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഉണ്ടായ ഒരു മാനസിക വിഷയത്തിന് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സെക്സ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ രീതിയും ആ ഒരു ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും അയാളെ ഉപയോഗിച്ചിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സൈക്കോപാത്തിന്റെ ഒക്കെ എക്സ്ട്രീം ഒരു സെക്ഷൽ രീതിയാണ് പുള്ളി ആ പെൺകുട്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 വയസ്സുള്ളതാണ്, ഈ ജനറേഷനിലെ കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഇപ്പോഴും അറിയില്ല അത് ഒരു മാരിറ്റൽ റേപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. എനിക്ക് ചില ഫാമിലി ലൈഫിലെ മരണങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആൾക്കാർ എന്തിനാണ് മരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അത് ഫാമിലി ആയതുകൊണ്ട് നമ്മുടെ അന്തസ്സിനെ ബാധിക്കുന്നത് കൊണ്ട് അതാണ് പ്രധാന വിഷയം. ഫാമിലീസിൽ ഇത്തരം വിഷയങ്ങൾ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നതാണ്. ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ്? അന്തസ്. നമ്മുടെ ജീവിതത്തെക്കാട്ടിലും സന്തോഷത്തെക്കാട്ടിലും നമ്മുടെ ശരീരത്തെക്കാട്ടിലും വലുതാണ് ഈ ഒരു അന്തസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ഇത് എല്ലാവരും പറയും ഇത് ഇവിടെ നിന്ന് നടക്കുന്നില്ല, അങ്ങ് നോർത്തിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ പഞ്ചായത്ത് നിങ്ങൾ തന്നെ ഇനി നോക്കുക, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടായിരിക്കാം ഈ വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ശരീരം എന്ന് പറയുന്നത് നമ്മളൊരാളെ വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ശരീരം മറ്റൊരാൾക്ക് കൊടുക്കുന്നൊന്നുമില്ലല്ലോ. നമ്മുടെ കൂടെ നമ്മുടെ പ്രൈവസി അല്ലേ നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതിനെ മറ്റൊരാളിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് ഇത് എൻ്റെ ടൂളാണ് അങ്ങനെയൊക്കെ മാറ്റിയെടുക്കുന്ന ഒരു രീതി, അതാണ് ഈ ഒരു മാരിറ്റൽ റേപ്പിന്റെ ഒരു പ്രത്യേകതകളും. അതേപോലെ തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ്. ഞാൻ കണ്ടിട്ടുള്ള മിക്ക ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പുരുഷ വിരോധികൾ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതിന്റെ കാരണം ഇതാണ്, ഇത്തരം നിങ്ങളുടേതായിട്ടുള്ള സെക്ഷൽ രീതികൾ അത് മാറ്റേണ്ട രീതിയുണ്ട്. ഒരിക്കലും ഒരു സ്ത്രീയോ പുരുഷനോ നമ്മുടെ സെക്സ് ടൂൾ അല്ല, അത് നമ്മൾ മനസ്സിലാക്കുക.